നടക്കും എന്ന് വിചാരിച്ച കാര്യത്തിൽ ഇപ്പോൾ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട സുലോചനാമ്മയുടെ വീട്ടിലെ മരം മുറിക്കുന്നതിന് തടസ്സമായി ഉടമസ്ഥനായ സജി എത്തിയിരിക്കുന്നു. പോലീസുകാരനായ സജിയുടെ ഭീഷണിയെ തുടർന്ന് മരം മുറിക്കാനെത്തിയവർ മടങ്ങിയിരിക്കുകയാണ്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയായില്ലേ? ഒരു വർഷമായി എന്തുകൊണ്ടാണ് ആ മരം മുറിക്കാത്തത് എന്നുള്ളതിന്റെ ഉത്തരം നമ്മുടെ മുന്നിൽ വന്നില്ലേ? സുജയ, സുലോചനാമ്മയുടെ വീടിന് ഭീഷണിയായ മരം അത് ഒരു വർഷമായി പരാതി നൽകിയിട്ട് പഞ്ചായത്തിൽ നൽകിയ പരാതിയിൽ തീരുമാനമാകാതെ വന്നപ്പോൾ അത് ഏതാണ്ട് 6 വട്ടമെങ്കിലും പഞ്ചായത്തിലേക്ക് ഈ വയോധിക കയറിയിറങ്ങി. ഇന്ന് നമ്മൾ കണ്ടു ആ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു. ഉദ്യോഗസ്ഥർക്ക് ഉടനെ തന്നെ മരം മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ മരം മുറിക്കാൻ ആളെ ഏർപ്പാടാക്കി ഉദ്യോഗസ്ഥന്മാർ സുലോചനാമ്മയുടെ വീട്ടിലെത്തി. ഈ മരം നിൽക്കുന്നത് പോലീസുകാരനായ സജി ഇഡിം സാമിൻ്റെ ഉടമസ്ഥതയുള്ള ഒരു സ്ഥലത്താണ്. ആ വസ്തുവിലാണ് മരം നിൽക്കുന്നത്. ആ ഭീഷണിയായ മരം അത് മുറിക്കാനായി മരം മുറിക്കാനായി ആളെത്തി. പക്ഷേ മരം മുറിക്കാൻ നേരത്ത് ഈ സജി ഈ മരം മുറിക്കാൻ ആളെ വിളിക്കുന്നു. മരം മുറിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകുന്നു. നിങ്ങളിത് പഞ്ചായത്ത് പറഞ്ഞു അല്ലേ? പഞ്ചായത്ത് വിളിച്ചു പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പണിക്ക് ഇവിടെ വന്നത്. അതുമ്പോൾ ലൈനും ഓഫാക്കിയില്ല. ഇപ്പം ആരുമില്ല ഇവിടെ. പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ മുങ്ങിയോ? പഞ്ചായത്തുകാർ ഇവിടെ ഇല്ല. ഇപ്പം വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, ആളില്ല. നേരത്തെ സുജയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. മരം മുറിക്കാൻ പുള്ളി കയറും അതുപോലെ വെട്ടുകത്തിയൊക്കെ വരുമ്പോഴത്തേക്കും ഈ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ പോയി KSEBയെ അറിയിക്കും. ഉടൻ തന്നെ വൈദ്യുതി വിച്ഛേദിക്കുമെന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചത്. പക്ഷേ വൈദ്യുതി ഇതുവരെ വിച്ഛേദിച്ചില്ല എന്ന് മാത്രമല്ല മരം മുറിക്കേണ്ട എന്നാണ്. മരം മുറിക്കേണ്ട എന്ന് ഈ ഉടമസ്ഥൻ പറയാണ്. കൊമ്പ് വെട്ടണം, മൂട് മുറിക്കേണ്ട, കൊമ്പ് മുറിക്കണമെന്ന് പറയുന്നത്. കൊമ്പ് വെട്ടിയാൽ മതി, മൂട് മുറിക്കേണ്ടെന്ന്. പൂർണ്ണമായും മരം മുറിച്ച് മാറ്റേണ്ടതെന്നാണ്, പൂർണ്ണമായിട്ട് മുറിക്കണമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇപ്പോഴേ മലയാളി പറയണത്, ഉടയൻ പറയണത് കൊമ്പ് മാത്രം വെട്ടി അവർക്ക് തടസ്സമുള്ളത് വെട്ടാൻ പറഞ്ഞു. അതായത് ഇതിൻ്റെ ഈ മരത്തിൻ്റെ ചില്ലകൾ മാത്രം വെട്ടിത്തെളിച്ചാൽ മതി, ഈ ഭീഷണിയായ മരം മുറിച്ചു മാറ്റേണ്ടതില്ല എന്നാണ് ഉടമസ്ഥൻ ആരാണെന്ന് ഒന്നുകൂടെ പറയാം. ഇന്നലെ വരെ ഇന്നും നമ്മൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സജിയെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബുദ്ധിമുട്ടാണ്, അവരുടെ ജോലി സമ്മർദ്ദമാണ്. ആ സജിയാണ് ഈ പാവപ്പെട്ട വയോധികയും അതേപോലെ വയോധികനെയും ബുദ്ധിമുട്ടിക്കുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് വലിയ സ്വത്തുണ്ട്, വലിയ ഭൂമി, ഒട്ടേറെ ഭൂമിയുണ്ട്, വീടുകളൊക്കെയുള്ള വലിയ സാമ്പത്തികമായി ഉന്നതിയുള്ള മനുഷ്യനാണെന്ന് പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ ബോധ്യമായി. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ജോലി സമ്മർദ്ദം നേരിടുന്ന കേരളത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിനിധി എന്ന നിലയിൽ നമ്മൾ അവർക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസമായി ശബ്ദിക്കുകയാണ്. അതേ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് ഈ പാവപ്പെട്ട വയോധികയെ ബുദ്ധിമുട്ടിക്കുന്നത്, അവർക്ക് ദുരിതം സമ്മാനിക്കുന്നത് എന്നതാണ് വിഷമകരമായ മറ്റൊരു യാഥാർത്ഥ്യം. സൂര്യ, ഏതായാലും ഈ മരം മുറിക്കാനായി എത്തിയ ഈ മനുഷ്യൻ ഈ പരിസരവാസികളൊക്കെ കാത്തിരിക്കുന്നുണ്ട് ഈ വയോധികയെ സഹായിക്കാൻ. പക്ഷേ ഉടമസ്ഥൻ തീർച്ചയായും. റോഷിപാൽ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സുലോചനാമ്മയുടെ വീടെന്ന് പറയുന്നത് വിളവൂർക്കൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. ഒന്നുകൂടി ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകൂ. അവിടെയുണ്ടല്ലോ സെക്രട്ടറിയും അവിടെ വന്ന് നിന്ന ഉദ്യോഗസ്ഥനും. എന്താണ് തടസ്സമെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്കറിയണം. കാരണം പൊതുജനം ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സുലോചനാമ്മയ്ക്ക് മരം മുറിച്ച് നൽകും, ഇന്ന് തന്നെ മരം മുറിക്കും, KSEB ലൈൻ ഓഫ് ചെയ്യാൻ പോകുന്നു, മുറിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭീഷണിയിൽ ആ മരമുറി മുടങ്ങിയെങ്കിൽ ആ മരം എന്തുകൊണ്ട് മുറിക്കുന്നില്ല? അപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് ആരോടാണ് കൂറ്? ആ പോലീസ് ഉദ്യോഗസ്ഥരോടാണോ കൂറ്, അതോ സർക്കാർ സംവിധാനത്തോടാണോ? അത് നമുക്ക് അറിയണം റോഷിപാൽ. സുജയ, സംശയമില്ല. നമ്മൾ ഇതിൽ ഒരു വ്യക്തത വരുത്താൻ പഞ്ചായത്ത് അംഗവുമായി ഇപ്പോൾ സംസാരിക്കും, പഞ്ചായത്ത് പ്രസിഡന്റുമായി ടെലിഫോണിലൂടെ നിന്ന് സംസാരിക്കും. വ്യക്തത വന്നില്ലെങ്കിൽ നമ്മൾ ഉടൻ തന്നെ 2 കിലോമീറ്റർ അപ്പുറമുള്ള പഞ്ചായത്ത് ഓഫീസിലേക്ക് വീണ്ടും പോകും. പഞ്ചായത്ത് അധികൃതർ മരം മുറിക്കാൻ പറഞ്ഞതല്ലേ? നമ്മൾ എടുത്തു കഴിഞ്ഞു. റോഷിപാൽ, പഞ്ചായത്ത് അധികൃതർ മരം മുറിക്കാൻ പറഞ്ഞതല്ലേ? മരം മുറിച്ചു തുടങ്ങാൻ പറയൂ. ആരാണ് തടയാൻ വരുന്നതെന്ന് ക്യാമറ ഓൺ ചെയ്ത് വെക്കൂ. ആരാണ് തടയാൻ വരുന്നതെന്ന് നോക്കട്ടെ. പഞ്ചായത്ത് ഔദ്യോഗികമായി ആ മരമുറിക്കാരനെ വിളിച്ചു വരുത്തിയതാണെങ്കിൽ KSEB ലൈൻ ഓഫ് ചെയ്തോ എന്നുള്ളത് നോക്കുക. ഇല്ല എങ്കിൽ, ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകണം. KSEB ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരം അങ്ങ് മുറിക്കണം. പഞ്ചായത്ത് കൃത്യമായി ഔദ്യോഗികമായി അറിയിച്ചതല്ലേ മരം മുറിക്കാൻ ആളെയും ഏർപ്പാടാക്കി. എന്നിട്ട് ഒരു പോലീസുകാരന്റെ ഭീഷണിയിൽ അങ്ങനെ പേടിച്ചോടേണ്ടവരാണോ വിളവൂർക്കൽ പഞ്ചായത്തിന്റെ അധികൃതർ? സുജയ, പഞ്ചായത്ത് അധികൃതരൊക്കെ ഇവിടെ നിന്ന് നീങ്ങി. ഈ മനുഷ്യനോട് മരം മുറിക്കാൻ പറഞ്ഞു, ഇദ്ദേഹം മരം മുറിക്കാൻ തയ്യാറായെത്തി. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഭയന്നാണോ നിങ്ങൾ പിന്മാറുന്നത്? ഈ സർക്കാർ സംവിധാനം, പഞ്ചായത്ത് നിങ്ങളോട് നിർദ്ദേശിച്ചില്ലേ മരം മുറിക്കാൻ, പിന്നെ എന്തിനാ നിങ്ങൾ അല്ല അങ്ങനെ പിന്മാറിയത്? ഈ ലൈൻ ഓഫാക്കി തരാമെന്ന് പറഞ്ഞ് ലൈൻ ഓഫാക്കിയില്ല. നമ്മളെ ലൈനൊക്കെ ഓഫാക്കി തന്നാൽ വെട്ടാൻ കണക്കാക്കിയാണ് ഇവിടെ നിൽക്കുന്നത്.
എന്തായാലും മരം മുറിക്കാൻ പഞ്ചായത്ത് നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ലൈൻ ഓഫ് ചെയ്താൽ നമുക്ക് മരം മുറിക്കാം. ഞങ്ങൾ അത് ദൃശ്യങ്ങൾ തത്സമയം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ആരാണ് നമുക്ക് ഇതിന് തടസ്സമായി വരുന്നത് നമുക്ക് അപ്പോൾ കാണാം. പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ASC ആണെന്ന് തോന്നുന്നു അല്ലേ ഈ സജി? ആണോ? ആണല്ലേ? ഓക്കെ. അത് ആ സജിയെ പോലെയുള്ള ആളുകൾ ജോലി സമ്മർദ്ദമാണെന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുകയാണ് റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമങ്ങൾ. എന്നിട്ടാണ് പാവപ്പെട്ട വയോധികയെ ഈ സജിയെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി ഇങ്ങനെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത്. ഏതായാലും വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുമോ എന്ന് കാത്തിരിക്കുന്ന ഉടൻ തന്നെ പഞ്ചായത്തുമായി നമ്മൾ ബന്ധപ്പെടും. വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാൽ മരം മുറിക്കാൻ ഈ ചേട്ടൻ്റെ പേര് മണിക്കുട്ടൻ, ഈ പരിസരവാസിയാണ് മണിക്കുട്ടൻ ചേട്ടൻ. പുള്ളിക്കാരന് പേടിയുണ്ടോ എന്ന് ചോദിക്കും റോഷിപാൽ. മണിക്കുട്ടന് സജിയെ പേടിയുണ്ടോ? പഞ്ചായത്തൊപ്പം ഉണ്ടെങ്കിൽ ഈ സുജയ ചോദിക്കുന്നത് മണിക്കുട്ടന് സജിയെ ഈ പോലീസുകാരനെ പേടിയാണ്. പേടിയൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പാർട്ടി വേറെ ഞാനെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമല്ല, പ്രശ്നമുള്ള ഒരു പാർട്ടിയല്ല. സുജയ പാർവതി ഒപ്പം ഉണ്ട്, റിപ്പോർട്ടർ TV ഒപ്പം ഉണ്ടെന്ന്. അപ്പോൾ ഞാനും ഉണ്ട്, ഒപ്പം ഉണ്ട്, ഞാനും പെട്ട. മണിക്കൂട്ടർ റെഡിയാണ്. വൈദ്യുതി ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മരം മുറിക്കും. അതിന് ആര് തടസ്സം നിന്നാലും ഒരു സംശയവുമില്ല, മരം മുറിക്കാൻ തയ്യാറാണ്. പഞ്ചായത്തുമായി ഇപ്പോൾ വീണ്ടും നമ്മൾ ബന്ധപ്പെടും. റോഷിപാൽ ഇന്ന് മരം മുറിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. റോഷിപാൽ ആ മരം മുറിച്ചിട്ട മരത്തിൽ റോഷിപാൽ ഒന്ന് ഇരുന്നിട്ടേ അവിടെ നിന്ന് പോരുന്നുള്ളൂ. ഉറപ്പായും മരം മുറിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ റിപ്പോർട്ടർ TV ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയുള്ളൂ. മണിക്കൂട്ടൻ ചേട്ടനെ ഞങ്ങൾ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കില്ല. ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കും, മരം മുറിക്കും. കറക്റ്റ് അല്ലേ? മുറിക്കാം. സുജയ ഉറപ്പ് വന്നിരിക്കുന്നു മണിക്കൂട്ടൻ ചേട്ടൻ. നമ്മളിനി വൈദ്യുതി വിച്ഛേദിക്കാനുള്ള കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്ന് പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടട്ടെ. അതോ നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണോ? KSEB-യിൽ ആ കാര്യങ്ങൾ അറിഞ്ഞോ എന്നതും കൂടി നമുക്കറിയണം. കാരണം KSEB-യിൽ ആ കമ്മ്യൂണിക്കേഷൻ പോയാലല്ലേ അവർക്ക് ലൈൻ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബന്ധപ്പെട്ട പ്രാദേശികമായിട്ടുള്ള ആളുകളെ കൃത്യമായ ആ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചറിയണം. അത് നടന്നിട്ടില്ല, പഞ്ചായത്ത് പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിളവൂർക്കൽ പഞ്ചായത്തിലേക്ക് റോഷിപാൽ പോകണം. ഒരു സംശയവുമില്ല, നമ്മൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നില്ലെങ്കിൽ വൈകാതെ തന്നെ നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മടങ്ങും. ഓക്കെ റോഷിപാൽ, അവിടെ തന്നെ തുടരുക. നമ്മൾ ഒരു വിഷയം ഏറ്റെടുത്തു, അത് സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണ് സുലോചനാമ്മ. ആ സുലോചനാമ്മയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു, അധികൃതർ കണ്ടു കഴിഞ്ഞു. അതിനിടയിലാണ് ഈ പോലീസുകാരൻ വന്നിട്ട് തന്റെ ധാർഷ്ട്യം അങ്ങോട്ട് ഭീഷണിയുടെ രൂപത്തിൽ മരം മുറിക്കുന്നതൊന്ന് കാണട്ടെ, കൊമ്പ് വേണമെങ്കിൽ കോതിയിട്ട് വയ്ക്കോളൂ, കൊമ്പ് കോതാനല്ല മരം മുറിക്കാനാണ് പഞ്ചായത്ത് പറഞ്ഞതെങ്കിൽ പഞ്ചായത്തിന്റെ ഉത്തരവ്, സർക്കാർ ഉത്തരവാണത്, അതിനാണ് പ്രാധാന്യം അവിടെ ഉള്ളത് എന്ന് പ്രിയപ്പെട്ട പോലീസുകാരൻ സജി ഓർക്കണം. റോഷിപാൽ അവിടെ തന്നെയുണ്ട്, ഞങ്ങളും അവിടെ തന്നെയുണ്ട്.